വളരെ വിശ്വസിച്ചായിരിക്കും നമ്മുടെ സുഹൃത്തിനോട് കൂട്ടുകാരിയോട് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കുന്നത്. പക്ഷേ പിന്നെ ഒരു സമയം അതൊരു മറ്റൊരാള് ആള് തന്നെ വന്ന് പറഞ്ഞ് അതറിയാൻ നമ്മൾ ഇടവരും. അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോ ഒരാളോട് വിശ്വസിച്ചൊരു കാര്യം പറയും, പക്ഷെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മനുഷ്യർക്ക് ഒരു പരിധിയുണ്ട് ഒരു കാര്യം മനസ്സിലിട്ടുകൊണ്ടിരിക്കാനുണ്ട്. അത് ഒരു കാര്യത്തിൽ ഒരു പോസിറ്റീവാണ്, മറ്റൊരു കാര്യത്തിൽ അത് നെഗറ്റീവാണ്. നമ്മളിങ്ങനെ മനസ്സിൽ വിഷമം തോന്നുമ്പോൾ നമ്മളെ ആ ഇഷ്ടപ്പെട്ട നമ്മുടെ ആ ആത്മസുഹൃത്തിനെ പിടിച്ച് നിർത്തി അങ്ങ് മെനക്കങ്ങ് പറഞ്ഞു കൊടുക്കും അല്ലെ. ചിലപ്പോ ആരുടെ കാര്യമായിരിക്കും, നമ്മുടെ ചിലപ്പോ വീട്ടില്, ചിലപ്പോ മക്കളുടെ കാര്യം തന്നെയായിരിക്കും. പക്ഷെ ഈ പറഞ്ഞു കഴിയുമ്പോ എന്താ സംഭവിക്കുന്നേ? നമ്മുടെ മനസ്സിലെ വിഷമം അങ്ങ് മാറി, നമ്മുടെ കാര്യം കാത്തു വെച്ചു. പക്ഷേ പിന്നെയാണ് പ്രതിപ്രവർത്തനം ഉണ്ടാകാൻ പോകുന്നത്. ആ കേൾക്കുന്നയാളോ അവരുടെ മനസ്സിൽ